I2Y സുനിൽ ക്രിസ്ത്യാനികളെ മാത്രമേ ചൊറിയുകയുള്ളൂ. ഈ I2Y സുനിൽ എന്ന് പറയുന്നയാൾ ക്രിസ്ത്യാനികളെ മാത്രമേ ചൊറിയുകയുള്ളൂ. ഹൈന്ദവരെയും മുസ്ലിമുകളെയും വിമർശിക്കുവാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിൽ നിന്നും കത്തോലിക്ക സഭാംഗമായ മാത്യു ജോസഫ് എന്നൊരു അച്ചായൻ എന്നോട് ഇന്ന് ഇതേ ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ മാത്യു അച്ചായന് നൽകിയ ആ മറുപടി കേൾക്കുക. ഇത് മാത്യു അച്ചായന് മാത്രം നൽകുന്ന മറുപടിയല്ല, പിന്നെയോ ഈ സംശയം ചോദിച്ച, ഈ സംശയം മനസ്സിൽ തോന്നുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണിത്. ക്ഷമയോടെ കേട്ടാലും അഭിപ്രായങ്ങൾ അറിയിച്ചാലും. I2Y ചാനലല്ലേ? അതെ. സാറേ, അത് സുനിൽ മാത്യു ആണോ? അതെ സാറേ, എനിക്കൊരു സംശയം. സാറിന്റെ ഈ പ്രോഗ്രാം ഞാൻ വ്യാഴാഴ്ച മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ വ്യാഴാഴ്ച മുതൽ കാണാൻ തുടങ്ങിയത്. 8-ം തീയതി മുതൽ. അപ്പൊ സാറേ, എന്റെ ഒരു സംശയം, സാറിന്റെ പേര്, എന്റെ പേര് മാത്യു ജോസഫ് എന്നാണ് എന്റെ പേര്. ഞാനൊരു കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ എന്റെ ഒരു സംശയം ഞാൻ സാറിനോട് ചോദിക്കുക. ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ മാത്രമേ സാറ് വോട്ട് ചെയ്യുന്നുള്ളൂ, അതോ ഈ ഹിന്ദു മുസ്ലിംസ് സമുദായങ്ങളെ സാറ് വോട്ട് ചെയ്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ സംശയം. ആദ്യ സംശയം അതാണ്. പിന്നെ രണ്ടാമത്, സാറ് പറയുന്നതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു മാഡം പറഞ്ഞതൊക്കെ ഞാൻ ദീർഘമായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സാറ്, അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് അറിയാനുള്ളത്. ഈ നമ്മുടെ ഞാനും മാധ്യമമാണ്, സാറും മാധ്യമമാണ്. അപ്പൊ നമ്മുടെ ക്രൈസ്തവ വിഭാഗങ്ങളെ മാത്രമേ സാറ് ഇങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ, അതോ ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തി എന്തെങ്കിലും സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമോന്ന്, അതാണ് എൻ്റെ ഒരു സംശയം. അതിനൊന്ന് മറുപടി പറയാമോ? മധുജാൻ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇടുക്കി ജില്ല കഞ്ഞിക്കുഴി. അതെ. സംശയം തീർന്നു? ഈ 2 ചോദ്യമേ ഉള്ളോ? ഈ 2 ചോദ്യങ്ങളോട് സാറിനോട് പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നിയത് ഈ 2 ചോദ്യങ്ങളാണ്. അന്നേരം 2 ചോദ്യം. ഒന്നിതാണ്, സുനിൽ മാത്യു എന്ന് പറയുന്ന ഈ വ്യക്തി ക്രിസ്ത്യാനികളെ മാത്രം വിമർശിക്കത്തുള്ളൂ, ക്രൈസ്തവ മറ്റ് ഹൈന്ദവ മുസ്ലിങ്ങളെ വിമർശിക്കാത്ത എന്തുകൊണ്ട്? പിന്നെ എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്നും പറഞ്ഞു. സാർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഓക്കെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞ ശേഷം താങ്കൾക്ക് വീണ്ടും ചോദിക്കാം. ഞാൻ ശ്രദ്ധയോടെ കേൾക്കും, പറയാം. എന്നിട്ട് ഞാൻ പറയുമ്പം ഇടയ്ക്ക് പറഞ്ഞ് തടസ്സപ്പെടുത്തരുത്. ഞാൻ എന്റെ മറുപടി പറയാൻ പോവാ. പറഞ്ഞു. ഒന്ന്, ഇപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ടാണ് I2 ന്യൂസ് കാണുന്നതെന്ന് പറഞ്ഞു. അന്നേരം അതിനുശേഷം താങ്കൾക്കുണ്ടായ ഒരു സംശയമാണിത്. ഇതിനകത്ത് കൂടുതലും ക്രൈസ്തവ. ഒന്ന്, താങ്കൾ പറഞ്ഞ ഇത് തന്നെ പറയുന്നു, ഇതിനകത്ത് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. I2 ന്യൂസിൽ ഇതിനകത്ത് ഏതാണ്ട് 15,000-ലധികം വീഡിയോകൾ കിടപ്പുണ്ട്. ഈ വീഡിയോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഇത് ഈ ക്രൈസ്തവ വിമർശനങ്ങൾ മാത്രമല്ല, എല്ലാ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ വാർത്ത നൽകുന്നുണ്ട്. എന്നാൽ കൂടുതലായും ഇത്തരം വിഷയങ്ങൾ നമ്മൾ നൽകുന്നുമുണ്ട്. ഈ കൊടുത്തേക്കുന്ന വാർത്തകളെല്ലാം വസ്തുനിഷ്ഠവും വസ്തുതാപരവും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. താങ്കൾ തന്നെ അതിന് എഗ്രിയും ചെയ്ത് പറഞ്ഞതെല്ലാം കാര്യമാണെന്നും. അന്നേരം ഇതിനെ സംബന്ധിച്ചുള്ള അന്നേരം എന്റെ പേരും താങ്കൾ പറഞ്ഞു സുനിൽ മാത്യു എന്ന നിലയ്ക്ക്. അതുപോലെ സുനിൽ മാത്യു എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായി ഞാൻ എന്റെ സമുദായത്തിലെ തിന്മകളെയും പോരായ്മകളെയും തെറ്റുകളെയും ചൂണ്ടിക്കാട്ടാതെ, എന്റെ സമുദായത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നിരിക്കെ ഞാൻ അടുത്ത സമുദായത്തിലെ ഹൈന്ദവരുടെയോ മുസ്ലിങ്ങളുടെയോ സമുദായത്തിലെ തിന്മകളെ ചോദിച്ചുകൊണ്ട് അതിനെ എടുത്ത് വിമർശിക്കുവാൻ ഞാനാണല്ലോ. ആദ്യമേ എന്റെ വീട് നന്നാക്കുക, എന്റെ സമുദായത്തിലെ തിന്മകളെ ഞാൻ ചൂണ്ടിക്കാട്ടി അതിന്റെ പോരായ്മകളെ. കാരണം എനിക്ക് ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും എനിക്ക് വേദപുസ്തകത്തെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ബോധമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുപോലെ ഇന്നും ഞാൻ ഈ സമുദായത്തിൽ നിന്ന് നിൽക്കുന്ന ഒരുത്തനുമാണ്. ആ സ്ഥിതിക്ക് എന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇതിനെ നശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയല്ല, ഇവര് തെറ്റുതിരുത്തും എന്നൊരു ധാരണയിൽ ഞാനിത് പല വേദികളിലും ഇതിനു മുമ്പ് 10 വർഷത്തോളം ഈ ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു 10 വർഷത്തോളം ഞാൻ സഭകളുടെ പല ഘടകങ്ങളിലും ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതിനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. തുടർന്ന് ഇതുപോലൊരു ചാനൽ ഉണ്ടാകുകയും വരികയും ഇന്ന് ഈ ചാനൽ ഈ നിലയിലെത്തുകയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന അവസ്ഥയിലെത്തി. ഇന്നും നമ്മൾ ആ വിമർശനം തുടരുന്നതിനകത്ത് കൂടുതലും മറ്റുള്ള സമുദായങ്ങളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലും, അതായത് 90% ക്രൈസ്തവ സഭകളിലുള്ള പുഴുക്കുത്തുകളെ ഞങ്ങൾ തുറന്നു കാണിക്കും. കാരണം ആദ്യമേ എന്റെ സമുദായം നന്നായിട്ട് അന്യന്റെ സമുദായത്തിൽ കയറി കളിക്കാം എന്നതുകൊണ്ടാണ്. പിന്നെ മറ്റു സമുദായങ്ങളിൽ എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള ആ സമുദായത്തെ കുറിച്ചും അവരുടെ ആചാരങ്ങളെ കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത് അവരുടെ അവകാശമാണ്. അവരുടെ സമുദായത്തെ തെറ്റിതിരുത്തുക എന്നുള്ളത് ആ മതങ്ങളിൽ
മതത്തിലുള്ള അങ്ങനെ രണ്ട് ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ മതത്തിലെ പോരായ്മകളെ കുറ്റം പറയുകയും അതുപോലെ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ സമുദായത്തിനകത്തുള്ള തെറ്റുകളെയും കുറ്റങ്ങളും അനാചാരങ്ങളെക്കുറിച്ചും ആ മതത്തിലുള്ള ആളുകൾ അതിനെ വിമർശിക്കുകയും ഒരു തെറ്റുതിരുത്തൽ നടപടികളിലേക്കും പോകുന്നതാണ് നല്ലത് എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സമുദായത്തിൽ ഇത്രത്തോളം ദൂഷിപ്പുകളും പോരായ്മകളും ഉള്ള സ്ഥിതിക്ക് എനിക്ക് എങ്ങനെ മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാൻ പറ്റും? ഞാൻ അതിനാളല്ല. അതിന് വേറൊരു കളറുണ്ടാവും. അതിനെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ മതത്തിലെ ഈ കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ ഹൈന്ദവ വിശ്വാസികളെയും ഇസ്ലാം മത വിശ്വാസികളെയും ഞാൻ വിമർശിക്കാൻ പോയാൽ അതാണ്. ഒരു മിനിറ്റ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിച്ചല്ല സാറേ പറഞ്ഞത്. വർഗീയത പ്രോത്സാഹിപ്പിക്കും. സാർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു, സാർ പറഞ്ഞു കേട്ടിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. എന്നാലും ഒരു മിനിറ്റ് എന്നോട് ക്ഷമിക്കണം. വർഗീയത ഉദ്ദേശിച്ചല്ല ഞാൻ അത് താങ്കളോട് പറഞ്ഞത്. അത് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ അപ്പൊ സാർ പറഞ്ഞപ്പോ എനിക്ക് അത് വ്യക്തമായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട് നന്നാക്കിയിട്ട് വേണം നമ്മള് അല്ലേ നിന്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകാൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാ സാറേ, അത് 100% ഞാൻ അംഗീകരിക്കുന്നു. അത് നമ്മുടെ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയൊരു സാർ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നുള്ളത് എനിക്ക് മനസ്സിലായി, ബോധ്യമായി. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അങ്ങോട്ട് ഇപ്പം സാറ് ഇടയ്ക്ക് കയറി ഞാൻ വീണ്ടും സംസാരിക്കാൻ തോന്നിപ്പോയതിന്റെ കാരണം ഏത് സഭാംഗമാ? ഞാൻ കാത്തലിക്സ് ആണ് സാറേ. കാത്തലിക്. ഇപ്പൊ കത്തോലിക്ക സഭയിൽ തന്നെ നോക്കുക. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഇവര് ഈ പറഞ്ഞ കുർബാനകളും കൂദാശകളും ഉണ്ടാക്കി എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞ് ഉമ്മാർ അടിയാ. അതിനെ അച്ഛൻ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും യോജിപ്പില്ല. എവിടെ എങ്ങോട്ട് ഇവൻ നിന്ന് തിരിഞ്ഞു നിൽക്കുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ട്, കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപതയിലെ ഒരു പാതിരി ഒരു 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി അവന് മുങ്ങിപ്പോയേക്കുക. വിശുദ്ധ കുർബാന നടത്തുന്നവനാ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതേ പണി ചെയ്തിട്ടുണ്ട് ഇല്ലേ? മുങ്ങി നടക്കുക. ഇവനൊക്കെ കുർബാന അർപ്പിക്കുന്നതിനകത്ത് ഇവൻ അർപ്പിക്കുന്ന കുർബാന കർത്താവ് കൈക്കൊള്ളുവോ? അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്കോ ഇവനൊക്കെയാണ് സഭാധ്യക്ഷന്മാർ. നമുക്ക് മാതൃകയാകേണ്ടുന്നത് ഇവനാ. ഇപ്പൊ സത്യം പറഞ്ഞ സാറേ, നമ്മുടെ ലൂസി കളപ്പുരയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാ പിന്നെ ആദരിക്കേണ്ടതാണെന്നാ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നു. വിശ്വാസികൾ ആദരിക്കണം ഇവന്മാരെ. അന്നേരം ഒന്ന് ഓർത്തു നോക്കുക, ഇതുപോലെ കഴിഞ്ഞ ദിവസം സഹികെട്ട് 3 കന്യാസ്ത്രീകൾ മടം വിട്ടു. വിശ്വാസികൾ ആരെങ്കിലും അവർക്കൊരു സംരക്ഷണമോ ഒരു സപ്പോർട്ടോ കൊടുക്കുന്നോ? അവരെ മടഞ്ചാടികൾ എന്ന് വിളിച്ച് കളിയാക്കുവാനും അവരെ അവമാനിക്കാൻ ശ്രമിക്കുന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? രണ്ടാമത് സാറേ, അവരെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടുകാരെ അംഗീകരിക്കോ സാറേ? അതാ അന്നേരം ഈ പരിവർത്തനം ഉണ്ടാകേണ്ടത് എവിടെയാ? നമ്മുടെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മുടെ വീടുകളിലല്ലേ? അതെ അതെ അതെ. സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടവാളായിട്ട് തന്നെയാണ് സാറിനെ ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ട് 8-ാം തീയതി. ഇത് ആദ്യമേ അച്ഛൻ എന്നോട് ദേഷ്യം തോന്നിയല്ലേ വിളിച്ചത്? സത്യം തുറന്നു പറയാം, എന്നോട് ദേഷ്യം തോന്നിയല്ലേ വിളിച്ചത്? ഇത് ക്രിസ്ത്യാനികളെ മാത്രം വിമർശിക്കാനിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരുത്തൻ ഇവൻ ക്രിസ്ത്യാനികളെ മാത്രമേ വിമർശിക്കത്തുള്ളൂ, ഇവൻ അതിനെ ധൈര്യമുള്ളൂ എന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്നെ വിളിച്ചത്? അതെ, സാറിന്റെ ഒരു ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചത്. അല്ല, പ്രതികരണം ഇച്ചിരി വീക്കാണെങ്കിൽ നിനക്ക് ക്രിസ്ത്യാനിയെ മാത്രമേ വിമർശിക്കാൻ ധൈര്യമുള്ളൂ എന്ന് ചോദിക്കാൻ ഉദ്ദേശത്തോടെ തന്നെയല്ലേ വിളിച്ചത്? ഇല്ല സാറേ, അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു എനിക്ക്. എന്നാലും എന്റെ മനസ്സിൽ അതൊരു വലിയൊരു വേദന പോലെ എനിക്ക് തോന്നി. അല്ല, ഇപ്പൊ എന്ത് തോന്നുന്നു? ഇത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഇത് വിമർശിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതിനകത്ത് ഇടയ്ക്ക് ഒരു മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു വിളിക്കുന്ന അവര് പറയുന്നത് കേട്ടുകൊണ്ടേ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിനകത്ത് എല്ലാത്തിലും ഒരു 2% ആളുകൾ സത്യസന്ധരും വിശ്വസ്തരുമായിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നവര്. അപ്പോ അതിൽ നിന്ന് തന്നെ അതിനകത്ത് ഏതാണ്ട് ഒരു 2% എല്ലാ അവര് പെന്തക്കോസ്തുകാരെ ഈ നഖശീകാന്തം എതിർക്കുന്ന ഒരു പെന്തക്കോസ്തുകാരിയാണ്. അല്ലായിരുന്നു സാറേ? ഇതാണ് ഒരു നല്ലൊരു ഹെൽത്തി ഒരു റേഷ്യോ എന്ന് പറയുന്നതാണ്. അതായത് 98% മോശമാണ്, 2% നല്ല ആൾക്കാരുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അവസ്ഥ എന്താണ്? ആരെങ്കിലും ഇതിനകത്ത് ഒരു നല്ലൊരു കാണില്ല സാറേ. അതാ പറഞ്ഞേ ഈ അവസ്ഥ നേരെ തിരിച്ചല്ലേ ആകേണ്ടത്. ഓക്കെ, ഒരു 98% നല്ല ആളുകളും ഒരു 2% മോശവും എന്നൊരവസ്ഥയല്ലേ നമുക്ക് ഉണ്ടാകേണ്ടുന്നത്. അല്ല, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് 100 ആളുകൾ ഉണ്ടായിരിക്കെ 99 വഴിതെറ്റിപ്പോയിട്ട് ഒരെണ്ണം വഴിതെറ്റിപ്പോയിട്ട് ആ വഴിതെറ്റിപ്പോയ ഒരെണ്ണത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ് യേശുക്രിസ്തു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരോ ഇവരെന്താ ശ്രമിക്കുന്നത്? ഈ ആടിനെ എല്ലാം ചെന്നാ വരുന്നതെന്ന് പറഞ്ഞ് വിരട്ടി ഈ ആടിനെ ശാപ്പിടുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്? അതെ അതെ. ആടിന്റെ പാല് കറന്നോട്ടെ, ആടിനെ അടക്കം കൊന്നു തിന്നുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്? ഇവന്മാർ ഇടയന്മാരാണോ വേട്ടക്കാരന്മാരാണോ ഇവന്മാര്? സാറേ, ഇവന്മാർ വ്യാജ പ്രവാചകന്മാരാണ് സാറേ. ഇവർ ഇടയന്മാരും അല്ല, വേട്ടക്കാരും അല്ല. ഇവന്മാര് ഈ
ആടുകളെ ചിതറിക്കുന്നവരാണ് സാറേ. ഇവന്മാർ ആടുകളെ ചിതറിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സാറേ ഞാനത് പറഞ്ഞത്. ആവാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, ഇങ്ങനെയുള്ളവന്മാർ ഇറങ്ങും, വേഷം കെട്ടി ഇറങ്ങുമെന്ന് കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമല്ലേ? അതെ അതെ അതെ. അന്നേരം ഈ ഒരു മുന്നറിയിപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം ആകുന്ന വിധം ആളുകളെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. സാറേ അത് നല്ലൊരു കാര്യമൊന്നും ഞാൻ സാറിനെ ആദ്യം തന്നെ ആദ്യം ഞാൻ തുടങ്ങി വെച്ചിടത്തുനിന്ന് ഞാനങ്ങ് വ്യതിചലിച്ചു ഇപ്പൊ സാർ പറഞ്ഞപ്പോഴത്തേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാനങ്ങ് പിന്നെ ഒന്ന് ഞായറാഴ്ച ഈ പറയുന്ന യാതൊരു പണിയും ചെയ്യാതെ ഈ കോലവും കെട്ടി നിന്ന് കുർബാനകളി പരിപാടികളും കുടുംബം കലക്കൽ പരിപാടികളായിട്ട് ഇവന്മാർ നടത്തുന്നു. ഇവന്മാർ ഈ വിശ്വാസികളെ പറ്റിച്ച് ഇവന്മാര് തിന്നു കൊഴുത്ത് ഭവനവേദനവും വ്യഭിചാരവും സാമ്പത്തിക തട്ടിപ്പുകളും ആയിട്ട് ഇവന്മാര് നടക്കുന്നു. സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ സഹിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ സകല ഭൂമി ഇടപാടുകളും കുംഭകോണുകളുടെ എല്ലാം പിന്നിൽ ഇവന്മാരാണ്. രാഷ്ട്രീയ അട്ടിമറികൾക്കും കള്ളപ്പണങ്ങളുടെ എല്ലാം ഉറവിട ഇവന്മാരാണ്. ഇവന്മാര് ഈ 8 പൊട്ടും തിരിയാത്ത 6 60 ഇവർക്ക് നോട്ടമില്ല. ആൺപിള്ളാരെന്നോ പെൺപിള്ളാരെന്നോ അമ്മൂമ്മമാരെന്നോ ഇവർക്ക് വ്യത്യാസമില്ല. ഈ അലവലാദികളെ പിതാവേ എന്ന് വിളിച്ച് കൈമുത്തുന്ന മൊണ്ണകളെ ഇവന്മാരെ അല്ലേ മടലിനടിക്കേണ്ടുന്നത്. കർത്താവ് വന്ന് ചാട്ടയെ എടുത്തുള്ളൂ. നമ്മൾ അതിനേക്കാളും വലിയ സാധനം എടുത്തിട്ട് ഇവന്മാരെ അടിച്ച് പദം വരുത്തുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളൊക്കെ നോക്കി എന്ത് ചെയ്യാൻ സാധിക്കും സാർ? സാറിന്റെ ആ പടവാള് എന്തായാലും ആ പടവാള് തന്നെയാണ്. പക്ഷെ നമുക്ക് ആരെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്കേ ഓരോ വ്യക്തിക്കുമേ ചെയ്യാൻ സാധിക്കത്തു. എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഇവന്മാരുടെ പൈശാചിക കൂട്ടായ്മയിലേക്ക് പോകാതിരിക്കുക. ഇവന്മാര് പെണ്ണ് കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടാകത്തില്ല. നമ്മുടെ പരിപാടികളോ കാര്യങ്ങളോ നടക്കാതിരിക്കുവോ? ഒന്നുമില്ല. ഇവൻ കൊണ്ട് എടുത്ത് താലിയെടുത്ത് വെച്ച് തന്നാലേ പണി ഇത് നടക്കത്തുള്ളൂ. അല്ലല്ലോ. അതൊന്നുമല്ല. ആദ്യകാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അത് അന്നേരം കല്യാണത്തിന് വേണ്ടി ആവശ്യമില്ല. ഇവൻ മാമോദിസ മുക്കിയില്ലേ നമ്മളാരും സ്വർഗത്തിൽ പോകത്തില്ലേ? അല്ല, ഇവൻ സ്റ്റാമ്പ് ചെയ്ത് ഇവന്റെ വെള്ളം തളിച്ചാലേ നമ്മള് ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്ത്യാനികളായി മാറത്തുള്ളൂ. അതുമല്ല. ഇവൻ ഈ വെള്ളം തളിക്കുന്നവന്മാരെല്ലാം നന്നായിട്ടാണോ ജീവിക്കുന്നത്? അവന്മാരെല്ലാം സ്വർഗത്തിൽ പോവോ? അതാണ് സാറേ പ്രശ്നം. അവിടെയാണ്. ഇല്ല, ഇതിന്റെ ആവശ്യമില്ല. അതുപോലെ മരിച്ചാൽ ഇവന്മാർ ഒപ്പീസ് ചൊല്ലി ഇവന്മാർ കൂതാശ നടത്തി ഇവന്മാർ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അങ്ങ് വിട്ടാലേ സ്വർഗത്തിലേക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അതുമല്ല. കാരണം പിന്നെ അന്തരം ഈ വൃത്തികെട്ടവന്മാരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഇവന്മാരിൽ നിന്നും പോകാതിരുന്നാൽ തന്നെ രണ്ടും പല കാര്യങ്ങൾ. ഒന്ന്, മനസ്സമാധാനം. ഇവന്മാരെ ആവശ്യമില്ലാത്ത പാപചിന്തകൾ നമ്മളെ വളർത്തി അത് ചെയ്താ പാപം, ഇത് ചെയ്താ പാപം, മറ്റേത് ചെയ്താ പാപം എന്ന് പറഞ്ഞാൽ ഒന്നും സമാധാനമായിട്ട് ഒരു മനുഷ്യന് അവന്റെ വികാര വിചാരങ്ങളെ പോലും അവനെ ആസ്വദിക്കാൻ വയ്യാത്ത രീതിയിലാക്കി ആയുഷ്കാലം ഇവന്മാരെ വെറും മൊണ്ണകളാക്കി മാറ്റുന്നു. ഇല്ലേ? എല്ലാം പാപചിന്ത വളർത്തിയിട്ട് ഇവന്മാർ ചെയ്യുന്ന പണികൾ എന്തോ? ഇവന് വ്യഭിചാരം ചെയ്യാം, ഇവന് മറ്റേ എല്ലാ തരിടകളും കാണിക്കാം. വിശ്വാസം ചെയ്താൽ അത് പ്രശ്നം. ഇങ്ങനെ പാപചിന്തകളെ വളർത്തി അവനെ ഇതാക്കുന്നു. അവനെ ഈ സാമ്പത്തിക നഷ്ടങ്ങള്, അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പേപ്പട്ടിയെ ചുമക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് പേപ്പട്ടിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് തീറ്റയും വെള്ളവും കൊടുത്ത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക. എന്നിട്ട് ഇവൻ നമ്മളെ കയറി ഭരിക്കുകയും. നിങ്ങളൊക്കെ ആരാ? അൽമായന്മാര്, മറ്റേതാര? പൗരോഹിത്യവർഗം. എടാ, ഇവന്റെ ആ അളിഞ്ഞ നൈറ്റി കീറി പറിച്ചു കളഞ്ഞാൽ ഇവൻ വെറും കൂറയാണെന്നുള്ളത് നമുക്കറിയത്തില്ലേ? നമുക്കറിയാം സാറേ. ഇവന്റെ ആ വൃത്തികേട് മറയ്ക്കാനുള്ള ഒരു കർട്ടൻ മാത്രമല്ലേ ഈ ആഭരണങ്ങള്? തീർച്ചയായിട്ടും അതെ. അന്നേരം ഈ ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായാൽ ഇവന്മാരിൽ നിന്ന് ഓരോ വ്യക്തി അകന്നു നിന്നാൽ ഇവന്മാര് വല്ല പണിക്കും പോകും, തൊഴിലുറപ്പിനും പോയി തുടങ്ങും. അങ്ങോട്ട് കാര്യമില്ല. അവർക്കൊരു 2 തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവര് ഇപ്പൊ തന്നെ ഭാഗങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവന്മാര് ചോദിക്കുന്നത് തന്നെയാ, ഞങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കുന്നില്ലോ, കൊണ്ടുതരുന്നതല്ലേ എന്ന്. ഈ മുണ്ണകൾക്ക് എന്ന് വെളിവുണ്ടാകുന്നു അന്നേ ഈ കച്ചവടം നിൽക്കും. സാറേ ക്ഷമിക്കണം സാറേ, അത് സാധാരണ മനുഷ്യന് അങ്ങനെ ഒരു വകതിരിവ് ഇല്ല സാറേ. അതാണ് പ്രശ്നം. അവരുടെ ബലഹീനതയെ ഇവന്മാര് മുതലെടുക്കുവാണ്. ആ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ മതി. ഇന്ന് ഞാനിപ്പോ അച്ഛനെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് എന്താ പറയുന്നത്, ഇപ്പോൾ ഒരുത്തന്റെ പ്രവൃത്തി കൊണ്ടോ അവന്റെ സംസാരം കൊണ്ടോ ഒരു ഏതെങ്കിലും തരത്തിൽ കൊണ്ടോ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും കാര്യങ്ങൾ ഇല്ലേ? ഇവരിത് പറ്റിക്കുവാണ്, ഇത് നമ്മളെ പറ്റിക്കുവാണ്, ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പാപത്തിന്റെയും പുണ്യത്തിന്റെയും പേരിൽ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം സാറേ. അത് ഒത്തിരി ഇനി വിദൂരത്തിലാ സാറേ. അതുണ്ടാവണം. ഉണ്ടാവുമോ? എന്ത് തോന്നുന്നു? അതല്ലേ സാറേ ഞാൻ പറഞ്ഞു, അത് ഒരുപാട് വിദൂരത്തിലായി ഇനി. അതാ പറഞ്ഞ അടുത്ത തലമുറയിലേ ഇതുണ്ടാവും. അതിനുവേണ്ടി സാറ് ചെയ്യുന്ന ഈ സംരംഭം ഞാൻ മാത്രം ചെയ്തതല്ല, അച്ഛനോട് പരിശ്രമിക്കുക. അച്ഛനും ആവുന്ന രീതിയിൽ പരിശ്രമിക്കുക. അല്ല സാറേ, അത് ഈ ചാനൽ കണ്ടുകൊണ്ടല്ലേ സാറേ എനിക്കത് പറയാൻ പറ്റും. ഈ ചാനൽ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീഡിയോകൾ പരമാവധി ആളുകൾക്ക് അയച്ചും കൊടുക്കുക. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് വിളിച്ചത് കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ കൂടെ ഞാൻ ഫോളോ ചെയ്യും സാറിനെ.
ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.